നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 2 പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3rd പാർട്ടാണ്, ലാസ്റ്റ് പാർട്ടാണ്. ബിക്കോസ് ഈ ഒരു പോളിസിയിൽ 1986 വിദ്യാഭ്യാസ പോളിസിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോളിസി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസിയാണ്. ഇതിൽ 23 ടാസ്ക് ഫോഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 23 ഏരിയയിലുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 17 റെക്കമെൻഡേഷൻസ് ആണ് കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തത്. സോ ലെറ്റ്സ് സീ 18th recommendation of National Education Policy 1986. 18th point, delinking degree from jobs and manpower planning എന്നുള്ളതാണ്. Delinking degree from jobs and manpower planning. Some kind of job require different combination of knowledge, skills and aptitude. എന്താ പറയുന്നതെന്ന് വെച്ചാൽ delinking degree from jobs and manpower planning. അതായത് ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പല ജോലികൾക്കും ഓരോ കൈൻഡ് ഓഫ് ജോലികൾക്കും ഓരോ രീതിയിലുള്ള സ്കില്ലാണ് വേണ്ടത്. For them, degree is sufficient to check knowledge, so some other kind of screening should be used for employment. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവരുടെ അറിവ് ചെക്ക് ചെയ്യാൻ മാത്രം, അതിന് മാത്രമാണ് ഡിഗ്രി സഫീഷ്യൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ അവരൊരു എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ക്രീനിങ് വേണം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് ഈ ജോബിന് ഇന്ന ആൾ ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഓരോ ജോബിനും ഓരോ തരത്തിലുള്ള സ്കിൽ സെറ്റ്സ് ആണ് വേണ്ടത്. കോമ്പിനേഷൻ ഓഫ് നോളജ്, സ്കിൽസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ഓരോ ജോബിനും വേണ്ടത്. ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഡിഗ്രി ജസ്റ്റ് അവരുടെ നോളജ് ചെക്ക് ചെയ്യാനായിരിക്കണം. വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രീനിങ് വേണം എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടെന്ന്. ഡിസൈൻ എ കോഴ്സ് ആസ് പെർ നീഡ് ഓഫ് ഓക്യുപ്പേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന ഇതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുക. എന്താണോ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണോ അല്ലെങ്കിൽ എന്താണ് ഓക്യുപ്പേഷൻ്റെ നീഡ് അതിനനുസരിച്ചുള്ള കോഴ്സ് ഡിസൈൻ ചെയ്യണം. എക്സാം ക്യാൻ ബി ടേക്കൺ ആസ് പെർ ദർ എഡ്യൂക്കേഷൻ ഫോർ റിക്വയർഡ് ജോബ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ജോബിന് ആവശ്യമായ തരത്തിലുള്ള എക്സാമിനേഷൻ ആയിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടത്. പോളിസി റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് ടു കണ്ടക്ട് ടെസ്റ്റ് ഓൺ വോളണ്ടറി ബേസിസ് ടു ഡിറ്റർമിൻ സ്യൂട്ടബിലിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ സ്പെസിഫൈഡ് ജോബ്സ്. അപ്പോൾ ഈ ഒരു പോളിസി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നാഷണൽ ടെസ്റ്റിംഗ് സർവീസ്, ഒരു നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്തിനാണ് ഈ ഒരു ടെസ്റ്റിംഗ് സർവീസ് എന്ന് ചോദിച്ചാൽ ഇവർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യട്ടെ എന്നുള്ളതാണ്. ഓൺ വോളണ്ടറി ബേസിസ് ഇഷ്ടമുള്ളവർക്ക് പോയിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എന്തിനാണ് ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ഡിറ്റർമിൻ ദ സ്യൂട്ടബിലിറ്റി ഓഫ് എ കാൻഡിഡേറ്റ് ഫോർ സ്പെസിഫൈഡ് ജോബ്സ്. ഈ ഒരു സ്പെസിഫൈഡ് ജോബിന് ഈ ഒരു കാൻഡിഡേറ്റ് സ്യൂട്ടബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് എടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ഈ ഒരു പോളിസിയിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Now propose to establish a national testing service as early as possible and to conduct the first test before the end of 1987. 1986 ഒരു പോളിസിയിൽ പറഞ്ഞു ഇത് ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ആണ്. എത്രയും വേഗം ഒരു നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ആദ്യത്തെ ടെസ്റ്റ് ഇവർ 1987 തീർന്നേക്കാളും മുന്നേ തന്നെ കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, primary use of such test will be able to allow people whether they have formal degree or not to prove their proficiency. Quality for a variety of jobs that have been traditionally limited to graduates. Okay, these tests also used for promotions. അപ്പോൾ ഇവർ പറഞ്ഞത് ഒരു പ്രൈമറി യൂസ്, ഇങ്ങനെ ഒരു ടെസ്റ്റിൻ്റെ പ്രൈമറി യൂസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടിട്ട് ആ ഒരു ടെസ്റ്റ് എടുക്കണ വഴിക്ക് ഇറ്റ് വിൽ ബി ഏബിൾ ടു അലോ പീപ്പിൾ വെദർ ദേ ഹാവ് ഫോമൽ ഡിഗ്രി ഓർ നോട്ട്. Primary use of such a test will be able to allow people whether they have a formal degree or not to prove their proficiency, quality for a variety of jobs that have been traditionally limited to graduates. Okay, these tests also used for promotions. എന്താ പറയുന്നത്? ഈ ഒരു ടെസ്റ്റിൻ്റെ പ്രൈമറി യൂസ് എന്ന് പറഞ്ഞാൽ ആളുകൾ നമുക്ക് അറിയാൻ പറ്റും, അതായത് ആളുകൾ അവർക്കൊരു ഫോമൽ ഡിഗ്രി ഉണ്ടോ ഇല്ലയോ എന്ന് ഈ ഒരു ടെസ്റ്റിനകത്ത് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ അവരുടെ ക്വാളിറ്റി, ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് ജോബ്സ് അവർ ചെയ്യാനായിട്ട് ഏബിൾ ആണെന്നുള്ള അവരുടെ ക്വാളിറ്റി അവർക്ക് തെളിയിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ട്രഡീഷണലി ഇത് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് ഈ ടെസ്റ്റിനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിനാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഇവർ പറയുന്നത്. ഓക്കെ, സോ ദീസ് ടെസ്റ്റ് ഓൾസോ യൂസ് ഫോർ പ്രൊമോഷൻ. ഈ സെയിം ടെസ്റ്റ് പ്രൊമോഷനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഡീലിങ്കിങ് ഡിഗ്രി ഫ്രം ജോബ്സ് ആൻഡ് മാൻ പവർ പ്ലാനിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്?
അതായത് ഇപ്പോഴത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നോളജ് എന്ന രീതിയിൽ മാത്രമേ ആകുന്നുള്ളൂ. ഓരോ കൈൻഡ് ഓഫ് ജോബ്സിനും ഓരോ തരത്തിലുള്ള സ്കിൽ സെറ്റ്സ് വേണം. ആ കോമ്പിനേഷൻ ഓഫ് നോളജ്, സ്കിൽ സെറ്റ്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വേണ്ടത് ഓരോ തരത്തിലുള്ള ജോബ്സിന്. അപ്പോൾ അതിന് പറ്റിയ രീതിയിൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യണം, ആ ജോബിന് പറ്റിയ രീതിയിലൊരു കോഴ്സ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നോളജ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പം അവർക്ക് ഈ ഒരു ജോബിന് അവർ ഓക്കെ ആണോ, ഒരു പെർട്ടിക്കുലർ ജോബിന് അവർ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രീനിങ് വേണം. അതേപോലെ തന്നെ ഇവർ എക്സാമിനേഷൻ നടത്തണം. അവർ റിക്വയർഡ് ജോബ്സിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവർ പറഞ്ഞൊരു നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇവർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യട്ടെ. അപ്പം അത് വോളണ്ടറി ആയിട്ട് ആളുകൾക്ക് പോയിട്ട് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അവർക്ക് പ്രൂവ് ചെയ്യുക, അവർ സ്പെസിഫൈഡ് ജോബിലോട്ട് അവർ ഏബിൾ ആണോ എലിജിബിൾ ആണോ എന്ന് അവർക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എത്രയും വേഗം ഫസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക ബിഫോർ ദ എൻഡ് ഓഫ് 1987 എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈമറി ലെവലിൽ ഈ ഒരു ടെസ്റ്റ് അവർക്ക് ഡിഗ്രി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. അതേപോലെ തന്നെ ഈ ഒരു ജോബിന് അവർ ഓക്കെ ആണെന്നുള്ള രീതിയിൽ അവർക്ക് അവർ ക്വാളിറ്റി പ്രൂവ് ചെയ്യുക, അവർ പ്രൊഫഷ്യൻസി അറിയിക്കാനും എല്ലാം പറ്റും. പ്രൊമോഷൻ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യും. ഇത്രയാണ് ഡീലിംഗ് ഇൻ ഡിഗ്രി ഫ്രം ജോബ്സ് ആൻഡ് മാൻ പവർ പ്ലാനിങ്ങിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി 19th പോയിന്റ്, സ്പോർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യൂത്ത്. ഓക്കെ, ഇവിടെ പറയുന്നത് അവൈലബിലിറ്റി ഓഫ് പ്ലേ ഫീൽഡ്സ്. സ്പോർട്സിന് ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒക്കെ എഡ്യൂക്കേഷന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്ലേ ഫീൽഡ്സ്, പ്ലേ ഗ്രൗണ്ട്സ് വേണം. ഓക്കെ, ഫെസിലിറ്റീസ് ഫോർ സ്റ്റഡി ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അറ്റ് ഗ്രാജുവേറ്റ്, PG ആൻഡ് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ലെവൽസ് ആർ അവൈലബിൾ ഓൺലി ഇൻ 29 യൂണിവേഴ്സിറ്റീസ് ലൊക്കേറ്റഡ് ഇൻ 10 സ്റ്റേറ്റ്സ്. ഐഡന്റിഫൈ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഡിഗ്രി തലത്തിലും PG തലത്തിലും അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലെവലിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ നോക്കിയാൽ 10 സംസ്ഥാനങ്ങളായിട്ട് ആകെ 29 യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് അതിന് ഇമ്പോർട്ടൻസ് കുറവാണ്. സോ യോഗ എഡ്യൂക്കേഷൻ ബി ഇൻക്ലൂഡഡ് ഇൻ സ്കൂൾസ്. സ്കൂൾസിൽ യോഗ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യണം. ഗെയിംസ് ആൻഡ് സ്പോർട്സ് എക്വിപ്മെൻറ്റ്, അപ്പം പ്ലേ ഫീൽഡ്സ് അവൈലബിൾ ആക്കുന്നത് പോലെ തന്നെ ആവശ്യത്തിനുള്ള ഗെയിംസും സ്പോർട്സ് എക്വിപ്മെൻറ്റ്സും എല്ലാം റെഡിയാക്കണം. ഓക്കെ, ഗെയിംസ് എക്വിപ്മെൻറ്റ്സും സ്പോർട്സ് എക്വിപ്മെൻറ്റ്സും റെഡിയാക്കണം. സ്കൂൾ തലത്തിൽ യോഗ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ പറഞ്ഞത് സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ്, NCC, NSS, സ്കൗട്ടിംഗ് ആൻഡ് ഗൈഡിംഗ്, അഡ്വഞ്ചർ ഓർ അതർ സ്യൂട്ടബിൾ ആക്ടിവിറ്റീസ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. സ്കൂളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സ്പോർട്സിന്, ഗെയിംസിന്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മറ്റ് ആക്ടിവിറ്റീസ്, NSS, NCC, സ്കൗട്ടിംഗ്, ഗൈഡിംഗ്, അഡ്വഞ്ചർ ഓർ അതർ സ്യൂട്ടബിൾ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. പ്രോപ്പർ ടീച്ചേഴ്സ് ഫോർ ദിസ് ഷുഡ് ഓൾസോ ബി എംപ്ലോയിഡ് ഫോർ ദിസ്. ഇതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ട്രെയിൻഡ് ആയിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ, സ്പോർട്സ് ടീച്ചേഴ്സിനെയും കൊണ്ടുവരണം എന്നെല്ലാം ഈ ഒരു പോളിസിയിൽ അവർ റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, എന്തൊക്കെയാണ് സ്പോർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, യൂത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നോക്കുമ്പോൾ 10 സംസ്ഥാനങ്ങളായിട്ട് 29 യൂണിവേഴ്സിറ്റീസിൽ മാത്രമാണ് ഡിഗ്രി തലത്തിലും PG തലത്തിലും ഡിപ്ലോമ തലത്തിലും ഒക്കെ ഈ പറഞ്ഞ ഫിസിക്കൽ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാക്സിമം പ്ലേ ഫീൽഡ്സ് അവൈലബിൾ ആക്കണം. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് വേണം, ഗെയിംസ് എക്യുപ്മെൻറ്റ്സ് വേണം, യോഗ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യിക്കണം. പിന്നെ NCC, NSS പോലുള്ള ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആക്ടിവിറ്റീസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, അതർ സ്യൂട്ടബിൾ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ടീച്ചേഴ്സിനാണെങ്കിലും പ്രോപ്പർ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ഇതിന് വേണ്ടി എടുക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി 20th പോയിന്റ്, മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഡീസെൻട്രലൈസേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഡീസെൻട്രലൈസേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അധികാര വികേന്ദ്രീകരണം. ഓക്കെ, പീപ്പിൾസ് ഇൻവോൾവ്മെന്റ് ഇൻക്ലൂഡിംഗ് അസോസിയേഷൻ ഓഫ് നോൺ ഗവൺമെന്റൽ ഏജൻസീസ് ആൻഡ് വോളണ്ടറി എഫേർട്ട് ഷുഡ് ബി എൻഹാൻസ്ഡ്. അപ്പോൾ ഇവർ പറയുന്ന കംപ്ലീറ്റ് ഗവൺമെന്റിന് തന്നെ അണ്ടറിൽ നിർത്താണ്ട് കുറച്ച് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരിക. അപ്പോൾ അതർ ഏജൻസീസ്, നോൺ ഗവൺമെന്റൽ ഏജൻസീസ് അവരെല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. പീപ്പിൾസ് ഇൻവോൾവ്മെന്റ് ഇൻക്ലൂഡിംഗ് അസോസിയേഷൻ ഓഫ് നോൺ ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് വോളണ്ടറി എഫേർട്ട് ഷുഡ് ബി എൻഹാൻസ്ഡ്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യിക്കുക. മറ്റ് നോൺ ഗവൺമെന്റ് ഏജൻസീസിൻ്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടുവരിക, കുറച്ചുകൂടി ഡീസെൻട്രലൈസ് ചെയ്യുക. ഡെവലപ്മെന്റ് ആൻഡ് പീരിയോഡിക് റിവ്യൂ ഓഫ് കരിക്കുലം ആൻഡ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. പീരിയോഡിക് റിവ്യൂ ചെയ്യുക, കരിക്കുലത്തിൻ്റെ പീരിയോഡിക് റിവ്യൂ നടത്തുക, കരിക്കുലം ഓക്കെ ആണോ എന്നുള്ള റിവ്യൂ നടത്തുക. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെയൊക്കെ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ട് നോൺ ഗവൺമെൻറ് ഏജൻസീസിനെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിവ്യൂ ചെയ്യിക്കുക. ദാറ്റ് മീൻസ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അവർ കൃത്യമായിട്ടുള്ള കരിക്കുലമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പീരിയോഡിക് റിവ്യൂ ഒക്കെ നടത്തുക. ഓക്കെ, അപ്പോൾ നോൺ ഗവൺമെൻറ് ഏജൻസീസിനെ എല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അതാണ് ഒരു മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. പിന്നെ ടൈം ടു ടൈം മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം.
ടൈം ടു ടൈം ഇങ്ങനെ ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇവാലുവേറ്റ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. പിന്നെ സ്ട്രെങ്തനിങ് ദ ഡേറ്റാബേസ് ഇവരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, സ്റ്റുഡൻസിൻ്റെ ഡേറ്റ കാര്യങ്ങളൊക്കെ, അതിനെ കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു മാനേജ്മെൻ്റ് ആണ് പറഞ്ഞത്. ഇങ്ങനെ പോയാൽ പോലും കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ്റെ ഒരു മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡീസെൻട്രലൈസ് ചെയ്യുക, നോൺ ഗവൺമെൻറ് ഏജൻസീസിൻ്റെ ഇവിടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, പീപ്പിൾസിന് ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരിക. അതേപോലെ തന്നെ പീരിയോഡിക് റിവ്യൂ നടത്തട്ടെ, കരിക്കുലറുടെ പീരിയോഡിക് റിവ്യൂ നടത്തട്ടെ. അതുപോലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ പറ്റി റിവ്യൂ ചെയ്യട്ടെ, ടൈം ടു ടൈം മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം വരട്ടെ, ഡേറ്റാബേസ് സ്ട്രെങ്തൻ ചെയ്യട്ടെ എന്നല്ല ഈ മാനേജ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷനിലൂടെ ഈ ഒരു പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 21st റെക്കമെൻഡേഷൻ, ഇവാലുവേഷൻ പ്രോസസ് ആൻഡ് എക്സാമിനേഷൻ റീഫോം. ഇവാലുവേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടും എക്സാമിനേഷൻ റീഫോമിനെ പറ്റിയിട്ട് പറയുന്നത്, പബ്ലിക് എക്സാം വിൽ കണ്ടിന്യൂ ടു ബി ഹെൽഡ് ഓൺലി അറ്റ് ദ ലെവൽസ് ഓഫ് ക്ലാസ് 10th ആൻഡ് 12th. പബ്ലിക് എക്സാമിനേഷൻ 10th-ലും 12th-ലും കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. മുന്നേ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇതേപോലെ 10th-ലും 12th-ലും മാത്രം പബ്ലിക് എക്സാം കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ എക്സാംസ് വിൽ കണ്ടിന്യൂ ടു ബി ഹെൽഡ് ബൈ യൂണിവേഴ്സിറ്റി ലെവൽ. യൂണിവേഴ്സിറ്റി തലത്തിൽ എക്സ്റ്റേണൽ എക്സാമിനേഷൻ, സ്കൂളിൽ നിന്നല്ലാണ്ട് എക്സ്റ്റേണലിൽ വന്ന് നടത്തുന്ന എക്സാംസ് ഒക്കെ യൂണിവേഴ്സിറ്റി തലത്തിലാണ്. ഇന്നോവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ് ഇൻ ദ കണ്ടക്ട് ഓഫ് എക്സാംസ് ലൈക്ക് പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ക്വസ്റ്റ്യൻ അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് സീക്വൻസസ് to avoid copying and other unfair means in the exam halls. പിന്നെ ഇവർ പറഞ്ഞത് ഇന്നോവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ് ഇൻ ദ കണ്ടക്ട് ഓഫ് എക്സാം. എക്സാമിനേഷൻ നടത്തുന്നതിന് ചില ഇന്നോവേഷൻസ്, ചില എക്സ്പെരിമെന്റ്സും ചെയ്യുക. അതായത് ലൈക്ക് പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വിത്ത് ക്വസ്റ്റ്യൻസ് അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് സീക്വൻസ്. ഇപ്പോൾ നമ്മൾ ABCD എന്ന് പല പല പാറ്റേൺസ് എടുത്തില്ലേ, കോപ്പി അടി ഒഴിവാക്കാൻ വേണ്ടി. അതേപോലെ ഡിഫറെന്റ് സീക്വൻസിൽ ക്വസ്റ്റ്യൻസിനെ പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കോപ്പിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട്, മറ്റ് അൺഫെയർ മീൻസ് എക്സാം ഹോളിൽ ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സീക്വൻസ് ആയിട്ട് ഒരു അറേഞ്ച്മെന്റ്, ഡിഫറെന്റ് സീക്വൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പോളിസിയിൽ റെക്കമെൻഡ് ചെയ്തതാണ്. ഇന്നോവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ് ഇൻ ദ കണ്ടക്ട് ഓഫ് എക്സാം ലൈക്ക് പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ക്വസ്റ്റ്യൻസ് അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് സീക്വൻസസ് to avoid copying and other unfair means in the exam halls. Question banks will be developed to assist paper setters. പേപ്പർ സെറ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക്സ് വയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഇവർക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക്. Then innovative ideas like open book exam, diagnostic evaluation, etc. may be experimented with. പിന്നെ മറ്റ് ഇന്നോവേഷൻ ഐഡിയാസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ റെക്കമെൻഡേഷനിൽ പറഞ്ഞു. അപ്പോൾ ഇവാലുവേഷൻ പ്രോസസ് ആൻഡ് എക്സാം റിഫോംസിൽ എന്തൊക്കെ പറഞ്ഞ്, പബ്ലിക് എക്സാം വിൽ കണ്ടിന്യൂ ടു ബി ഹെൽഡ് ഓൺലി അറ്റ് ദ ലെവൽസ് ഓഫ് 10th ആൻഡ് 12th പറഞ്ഞു. പിന്നെ എക്സ്റ്റേണൽ എക്സാംസ് യൂണിവേഴ്സിറ്റി തലത്തിൽ മതി. ഇന്നോവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ് ഇൻ ദ കണ്ടക്ട് ഓഫ് എക്സാം, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിൽ ചെയ്യുക, കോപ്പിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് വരട്ടെ. പിന്നെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ലൈക്ക് ഓപ്പൺ ബുക്ക് എക്സാം, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഇങ്ങനെയെല്ലാം എക്സ്പെരിമെന്റ് നടത്താമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഇനി 22ാമത്തത് ടീച്ചേഴ്സ് ആൻഡ് ദെയർ ട്രെയിനിങ്. ടീച്ചേഴ്സിന് ട്രെയിനിങ് എല്ലാ കമ്മീഷൻസിലും നമ്മളിത് കണ്ടതായിരുന്നു അല്ലേ. ഇവിടെ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ലിവിങ് ആൻഡ് വർക്കിംഗ് ഓർ സർവീസ് കണ്ടീഷൻസ് ഓഫ് ദ ടീച്ചേഴ്സിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, അവരുടെ സർവീസ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. ക്രിയേഷൻ ഓഫ് എൻ എഫക്റ്റീവ് മെഷീനറി ഫോർ റിമൂവൽ ഓഫ് ഗ്രീവൻസസ്. അപ്പോൾ അവരുടെ ഗ്രീവൻസസ്, പരാതികളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് മെഷീനറി ക്രിയേറ്റ് ചെയ്യുക. ഇൻവോൾവ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ഇൻ ദ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്ലാനിങ്ങിലും മാനേജ്മെന്റിലും ടീച്ചേഴ്സിനെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ മാനേജ്മെന്റ് ഒന്ന് തീരുമാനിച്ച് ടീച്ചേഴ്സിനെ അടിച്ചേൽപ്പിക്കേണ്ട ഇവരെ കൂടെ അതിൽ ആ ഒരു മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിലും പ്ലാനിങ്ങിലും ഒക്കെ ടീച്ചേഴ്സിനെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. Involvement of teachers associations in upholding the dignity of teachers, their professional integrity and curbing professional misconduct. അപ്പോൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇൻ അപ്ഹോൾഡിങ് ദ ഡിഗ്നിറ്റി ഓഫ് ടീച്ചേഴ്സിൻ്റെ ഒരു ഡിഗ്നിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് അസോസിയേഷൻ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ടീച്ചേഴ്സിൻ്റെ ഒരു പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി, അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി ഇവർ പറഞ്ഞു. പ്രിപ്പറേഷൻ ഓഫ് എ കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിൻ്റെ കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ടീച്ചേഴ്സ് ഫോളോ ചെയ്യണം. അങ്ങനെ അതൊന്ന് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് എ കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ടീച്ചേഴ്സ് പെർഫോം ദർ ഡ്യൂട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് ആക്സെപ്റ്റബിൾ നോംസ്. അപ്പോൾ ടീച്ചേഴ്സിന് കോഡ് ഓഫ് കണ്ടക്ട്, അവർ പാലിക്കേണ്ട മര്യാദകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് പ്രിപ്പയർ ചെയ്യുക. ടീച്ചേഴ്സിന് അതിലെ നോംസ് അനുസരിച്ചായിരിക്കണം അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യേണ്ടതാണ്. വില്ലിംഗ്നെസ് ടു ടേക്ക് ഹാർഡ് ഡിസിഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവൻസ് ഓഫ് എബോവ് 2 പോയിന്റ്സ്. മേലിൽ പറഞ്ഞേക്കുന്ന ഈ 2 പോയിന്റ്സിൻ്റെ നിരീക്ഷണാടിസ്ഥാനത്തിൽ
ഹാർഡ് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ളൊരു വില്ലിങ്നെസ്സും, അതായത് ഇപ്പോൾ ടീച്ചേഴ്സിന് കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇൻവോൾവ്മെൻറ്റ്, അവരൊരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അവരുടെ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ടും മിസ്കണക്ട് തടയാനൊക്കെ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ ഈ പറഞ്ഞ പോയിന്റ്സിൻ്റെ ബേസിൽ അതിൻ്റെ നിരീക്ഷണ അടിസ്ഥാനത്തിൽ ഹാർഡ് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു വില്ലിങ്നെസ് കൂടെ വേണം. ക്രിയേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ടു പ്രൊമോട്ട് ഓട്ടോണമി ആൻഡ് ഇന്നോവേഷൻ എമംഗ് ടീച്ചേഴ്സ്. പിന്നെന്താ പറയുന്നത്, ക്രിയേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഓട്ടോണോമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓട്ടോണോമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഇന്നോവേഷൻ എമംഗ് ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്ക് നല്ല ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടീച്ചേഴ്സിനെ ഇവർ എന്തൊക്കെ രീതിയിലാണ് അവർ കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ടീച്ചേഴ്സ് ആൻഡ് ദെയർ ട്രെയിനിങ്, ടീച്ചേഴ്സിന് അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഡിസിഷൻസിൽ അവരുടെ പരാതികളൊക്കെ ഗ്രീവൻസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫിഷ്യൻറ്റ് മെഷീനറി വരട്ടെ. അതുപോലെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇവർ കൊണ്ടുവരുന്നത്. ടീച്ചേഴ്സിനെ അവരുടെ ഡിഗ്നിറ്റി ഓഫ് ലെവൽസിനെ അപ്ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇൻവോൾവ്മെൻറ്റ് പറയുന്നുണ്ട്. പിന്നെ ഒരു കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് തയ്യാറാക്കുക, അത് പ്രകാരം അവർ മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ വില്ലിങ്നെസ് ടു ടേക്ക് ഹാർഡ് ഡിസിഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവൻസ് ഓഫ് എബോവ് പോയിന്റ്സ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, ഓട്ടോണോമി ആൻഡ് ഇന്നോവേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഓക്കെ, ഇനി 23ാമത്തത് റൂറൽ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ടു എൻഹാൻസ് ഓവർ റൂറൽ എഡ്യൂക്കേഷനെ ഒന്ന് എൻഹാൻസ് ചെയ്യുക, റൂറൽ എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദ ഫോളോയിങ് പോയിന്റ്സ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്. താഴെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഇംപ്രൂവ് ചെയ്യണം. എന്തൊക്കെയാണ്? സ്ട്രെങ്തനിങ് ടീച്ചർ ട്രെയിനിങ് ഫെസിലിറ്റീസ്, റൂറൽ ഏരിയയിൽ ഉള്ള ആ ഒരു എഡ്യൂക്കേഷൻ്റെ പ്രൊമോഷനാണ് പറയണേ. അപ്പോൾ അതിന് ചെയ്യേണ്ട ടീച്ചർ ട്രെയിനിങ് ഫെസിലിറ്റീസ് കുറേ കൂടെ സ്ട്രെങ്തൻ ചെയ്യുക. ഡെവലപ്മെൻറ്റ് ഓഫ് സെലക്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൊക്കേറ്റഡ് ഇൻ റൂറൽ ഏരിയാസ് ആസ് ഓട്ടോണമസ് കോളേജ്, ഈ റൂറൽ ഏരിയസിലൊക്കെ എല്ലാ ഓട്ടോണമസ് കോളേജസ് എന്ന നിലയിൽ റൂറൽ ഏരിയാസിലൊക്കെ സെലക്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, റൂറൽ ഏരിയാസിൽ ഓട്ടോണമസ് കോളേജസ് ആയിട്ട്. Recognition and support to elementary, secondary and post basic institutions based on concepts of Nayi Talim or Varda scheme. നയി താലിം ആരുടെയാണ്? വർദ്ധ സ്കീം മഹാത്മാഗാന്ധി കൊണ്ടുവന്ന ഒരു സ്കീമാണ്, ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗാന്ധിജിയുടെ നയി താലിം അല്ലെങ്കിൽ വർദ്ധ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നയി താലിമിലെ അല്ലെങ്കിൽ വർദ്ധ സ്കീമിലെ കോൺസെപ്റ്റ്സ് പ്രകാരം ആ രീതിയിൽ റെക്കഗ്നേഷൻ ആൻഡ് സപ്പോർട്ട് ടു എലമെൻ്ററി വിദ്യാഭ്യാസത്തിനാണെങ്കിലും സെക്കൻഡറി വിദ്യാഭ്യാസത്തിനാണെങ്കിലും പോസ്റ്റ് ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെങ്കിലും ഈ വർദ്ധ സ്കീമിൻ്റെ കോൺസെപ്റ്റ്സിലുള്ള ഒരു ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടും റെക്കഗ്നേഷൻ കൊടുക്കുക. പിന്നെ സ്ട്രെങ്തനിങ് ദ കണ്ടന്റ് ഓഫ് ഓൾ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് എംഫസിസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി. ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആ ഒരു കണ്ടന്റ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഓക്കെ, ദെൻ ഡിസൈനിങ് എ വെറൈറ്റി ഓഫ് കോഴ്സസ് അറ്റ് ദ ടെറിഷറിയൽ ലെവൽ. ഓക്കെ, അറൗണ്ട് എമർജിങ് റൂറൽ ഓക്യുപ്പേഷൻസ്. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് കോഴ്സസിനെ ടെറിഷറി തലത്തിൽ, തൃതീയ തലത്തിൽ വെറൈറ്റി ഓഫ് കോഴ്സസിനെ ഡിസൈൻ ചെയ്യുക. ഓക്കെ, എങ്ങനെ, ഏതൊരു ലെവലിലാണെന്ന് ചോദിച്ചാൽ ടെറിഷറി ലെവലിൽ അറൗണ്ട് എമർജിങ് റൂറൽ ഓക്യുപ്പേഷൻസ്. ഇനി ഡിസൈനിങ് എ വെറൈറ്റി ഓഫ് കോഴ്സസ്, ഒരു വെറൈറ്റി ഓഫ് കോഴ്സസ് ഡിസൈൻ ചെയ്യുക. എവിടെ? ആ ടെറിഷറി ലെവലിൽ, തൃതീയ തലത്തിൽ, ടെറിഷറി തലത്തിൽ വെറൈറ്റീസ് ഓഫ് കോഴ്സൊക്കെ ഡിസൈൻ ചെയ്യുക അറൗണ്ട് എമർജിങ് റൂറൽ ഓക്യുപ്പേഷൻസ്. അപ്പോൾ ഒരുപാട് റൂറൽ ഓക്യുപ്പേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വെറൈറ്റി ഓഫ് കോഴ്സസിന് ഡിസൈൻ ചെയ്യുക. അതുപോലെ പ്രോപ്പർ ഫണ്ടിങ് ഗിവൻ ടു റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രോപ്പർ ഫണ്ടിങ് കൊടുക്കുക. അപ്പോൾ റൂറൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രാധാന്യം ഇവരുടെ ലാസ്റ്റ് റെക്കമെൻഡേഷൻ ആയിട്ട് പറയുകയാണ്. റൂറൽ ഏരിയയിലൊക്കെ കുറേ കൂടെ അവരുടെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് ഫെസിലിറ്റി കുറേ കൂടെ സ്ട്രെങ്തൻ ചെയ്യിക്കുക. സെലക്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക റൂറൽ ഏരിയയുടെ. ഓക്കെ, ഓട്ടോണമസ് കോളേജസ് ഒക്കെ ആയിട്ട്. പിന്നെ റെക്കഗ്നേഷൻ ആൻഡ് സപ്പോർട്ട് കൊടുക്കുക. എലമെൻ്ററി, സെക്കൻഡറി ആൻഡ് പോസ്റ്റ് ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട റെക്കഗ്നേഷനും സപ്പോർട്ടും കൊടുക്കുക ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് വർദ്ധ സ്കീമിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ സ്ട്രെങ്തനിങ് ദ കണ്ടന്റ് ഓഫ് ഓൾ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എംഫസിസ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ടാക്കി സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, പിന്നെ ഡിസൈനിങ് എ വെറൈറ്റി ഓഫ് കോഴ്സസ് അറ്റ് ടെറിഷറി ലെവലിൽ വെറൈറ്റി ഓഫ് കോഴ്സസ് ഒക്കെ ഡിസൈൻ ചെയ്യുക അറൗണ്ട് എമർജിങ് റൂറൽ ഇന്നോവേഷൻസ്. ആൻഡ് അതുപോലെ പ്രോപ്പർ ഫണ്ടിങ് ഇസ് ടു ബി ഗിവൻ ടു റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രോപ്പർ ഫണ്ടിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആ 23 റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്നോട് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ഫോർ വുമൻസ് ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, മൈനോറിറ്റീസ് എഡ്യൂക്കേഷൻ, മേക്കിംഗ് ദ സിസ്റ്റം വർക്ക്, content and process of school education, education of the handicapped, adult education, early childhood care and education,
elementary education including non-formal and Operation Blackboard, secondary education and Navodaya Vidyalaya, vocationalization, higher education, innovations, research and development, open university and distance learning, technical and management education, the cultural perspective and implementation of language policy, media and education of technology, delinking degrees from jobs and manpower planning, sports, physical education and youth, management of education, evaluation process and exam reforms, ടീച്ചേഴ്സ് ആൻഡ് ദ ട്രെയിനിങ്, റൂറൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്രയാണ് 23 റെക്കമെൻഡേഷൻസ് വരുന്നത്. അതിൽ വുമൻസ് ഇക്വാലിറ്റി ഉണ്ട്, SC ST OBCനെ പറ്റി, മൈനോറിറ്റി എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്, പിന്നെ സിസ്റ്റം വർക്ക്, മേക്കിംഗ് ദ സിസ്റ്റം വർക്ക്, പിന്നെ കണ്ടന്റ് ആൻഡ് പ്രോസസ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനെ പറ്റിയിട്ട്, എഡ്യൂക്കേഷൻ ഹാൻഡിക്യാപ്ഡ്, പിന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, എലമെൻ്ററി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, നവോദയ വിദ്യാലയ, വൊക്കേഷണലൈസേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ഇന്നോവേഷൻ, റിസർച്ച്, ഡെവലപ്മെൻറ്റ്, ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻസ് ലേണിംഗ്, ടെക്നിക്കൽ ആൻഡ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ, cultural perspective and implementation of language policy, media and educational technology, delinking degrees from jobs and manpower planning, sports, physical education and youth, management of education, evaluation process and exam reform, teachers and their training, rural universities or institutes. ഇതിന് 2 പ്രാവശ്യം റീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പ്രാവശ്യം പറയുമ്പോഴേക്കും കുറച്ചെണ്ണം നമുക്ക് ഓട്ടോമാറ്റിക്കലി പേര് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ 2-3 തവണ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈൻസ് അല്ലെ എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് എന്നുള്ളത് കിട്ടും. എന്നിട്ട് ആലോചിച്ചു ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞേക്കണേ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ആ കാര്യം എന്താണെന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ വർദ്ധ സ്കീമിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിരുന്നു, അതേപോലെയുള്ള എന്തെങ്കിലും നവോദയയുടെ കാര്യം പറഞ്ഞു, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് അതങ്ങനെ തന്നെ പഠിക്കുക. ബാക്കി ഇതൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. PSC എക്സാം കഴിഞ്ഞ ലോങ് ടേം കോഴ്സ് സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.